അല്ല കുട്ടിയൊക്കെ മാത്രമൊന്നുമല്ല വലിയവർക്കും ഇഷ്ടപ്പെടും. നന്നായിരുന്നു, അടിപൊളിയായിരുന്നു, ഇഷ്ടപ്പെട്ടു. ഡയറക്ഷൻ കൊള്ളായിരുന്നു. പക്ഷെ ആ ഒരു അണ്ടർ വാട്ടറിൽ പോകുന്ന ഒരു സീനുണ്ട് അതിൻ്റെ അകത്ത്, ഇസബെല്ല, അത് കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആക്കായിരുന്നു അവർക്ക്. 3D എഫക്ട് ഒക്കെ നന്നായിരുന്നു. ഞാൻ വിചാരിച്ചു വന്ന് വേറൊരു പടം, കണ്ടത് വേറൊരു പടം. നല്ലായിരുന്നു, സൂപ്പർ, നല്ലായിരുന്നു. മോഹൻലാലിന്റെ ഡയറക്ഷനിൽ ആദ്യത്തെ സിനിമ കാണാൻ ഭാഗ്യം കിട്ടിയത് വലിയൊരു കാര്യമാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, പക്ഷെ അത് നമുക്ക് ഈ കുട്ടികളെ ഈ മറ്റേ ഇത് കാണുമല്ലോ, നമ്മുടെ ഗെയിംസ് ഒക്കെ കാണുമല്ലോ, അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ അത് കുറച്ച് ത്രില്ലിംഗ് ആയിരിക്കും. കാര്യം പുതിയൊരു അനുഭവമായിരിക്കും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. അതെ അതെ. ലാലേട്ടന്റെ ഡയറക്ഷൻ ഒക്കെ എങ്ങനെയാണ്? ലാലേട്ടനെ ഇത്ര അടുത്ത് കാണാൻ പറ്റിയത് ആദ്യമായിട്ടല്ലേ? അതെ അതെ. 3D എഫക്റ്റില് 3D ഒക്കെ എങ്ങനെയുണ്ട്? സൂപ്പർ ആയിരുന്നു. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കുഞ്ഞു പിള്ളേർക്കായിരിക്കും കണ്ടാൽ ഇഷ്ടപ്പെടാൻ. ലാലേട്ടൻ്റെ ഒരു വലിയ സംരംഭമല്ലേ, അത് നമ്മളെ സപ്പോർട്ട് ചെയ്യണമല്ലോ. പക്ഷെ അത് ഇതിനകത്ത് ഒരു രസകരമായിട്ടുള്ള കാര്യം നോക്കിയത് വിഷ്വൽ ട്രീറ്റ് ഗംഭീരമായിട്ടുണ്ട്. പിന്നെ കൺസെപ്റ്റ് അദ്ദേഹം കൺസീവ് ചെയ്ത് കാണിക്കുന്നു. ഇത്രയും അടുത്ത് ഇതാണ് ലാലേട്ടനെ കാണാൻ കഴിഞ്ഞ തന്നെ മലയാളികളുടെ ഭാഗ്യമായിട്ട് വിചാരിക്കുക. 3D എഫക്റ്റില് ആദ്യമായിട്ടല്ലേ നമ്മൾ കാണുന്നത്. അത് അദ്ദേഹം അത്ര വലിയ ലെജൻഡ് അല്ലേ. അദ്ദേഹത്തെ തിയേറ്ററിൽ ഡയറക്ഷനൊന്നും മോശമെന്ന് പറയാനില്ല. പക്ഷെ അതിന് എടുത്തിരിക്കുന്ന ടീമിനെ ബേസ് ചെയ്തിട്ടാണല്ലോ ഇത് എവരിത്തിങ് വരുന്നത്. അതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി. സൂപ്പർ. അടിപൊളി അടിപൊളി, സൂപ്പർ, നല്ല സിനിമ. നല്ല എഫക്റ്റ് ആയിരുന്നു. കുട്ടികൾക്ക് വേണ്ടി വന്ന ഫിലിം എന്നാണ് പറയുന്നത്. അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ സിനിമയാണ്. നല്ല രസമുണ്ട്, 3D എഫക്റ്റ് നല്ല രസമുണ്ട്, നല്ല ഫിലിം. കുഴപ്പമില്ല, കുട്ടികളുടെ സിനിമയാണ്. കുറച്ചുകൂടെ ചുരുക്കായിരുന്നു എന്ന് തോന്നി, ഇച്ചിരി വലിച്ചു നീട്ടിയ പോലെ തോന്നി. എഫക്ട്സ് ഒക്കെ കൊള്ളാം, വിഷ്വലി ടെക്നിക്കലി ബ്രില്യൻ്റ് ആണ്. പക്ഷെ സ്ക്രീൻ പ്ലേ കുറച്ചുകൂടെ വലിച്ച് നീട്ടിയതുപോലെ തോന്നി. കുറച്ചുകൂടെ നന്നായാണ്.